നല്ല ആളാ. മിനിഞ്ഞാന്ന് വരുമെന്ന് പറഞ്ഞിട്ട് പുഴയ്ക്കക്കരെ ഇരുമ്പുപാലത്തിൽ കൂടി വണ്ടി പോകുമ്പോഴൊക്കെ ഞാൻ കരുതും ഈ വണ്ടിക്കുണ്ടാകുമെന്ന്. എന്ത് ബലം, കാത്തു കാത്ത് ഞാൻ മടുത്തു. ഇത്ര പെട്ടെന്ന്? വേണ്ട വേണ്ട, ഈ കണ്ട തടിയും മിടുക്കും ഉണ്ടായിട്ട് ഇത്രയും ചെറിയ പെട്ടി എടുക്കാൻ വേറെ ആള് വേണമല്ലേ? നാണമാവില്ലേ? ഞങ്ങളുടെ തെക്കേ പറമ്പിലെ ശർക്കര മാവ് നിറയെ കായ്ച്ചു. ഞാൻ എത്ര ദിവസം നോക്കി വെച്ചുന്നോ, പക്ഷെ ആള് വരണ്ടേ. ഒടുവിൽ ചീയിക്കാതെ ഞാൻ തന്നെ തിന്നു തീർത്തു. എത്ര നല്ല മധുരമായിരുന്നോ. ഇത്തവണത്തെ കാവിലെ വിളക്കിന് ഞാൻ പോയില്ല. ഇല്ലാഞ്ഞിട്ട് ആവോ, കഴിഞ്ഞ വിളക്കിന് വാങ്ങിച്ചു വന്ന കുപ്പിവിളകളൊക്കെ ഉടഞ്ഞുപോയി. സാരമില്ല, ഉടയാത്ത സ്വർണ്ണവള വാങ്ങിച്ചു തരാം. ഓ പിന്നെ വാങ്ങിച്ചു തരും. പിടിച്ചോ. അയ്യോ, വരുന്ന വിവരത്തിന് ഒരു കാർഡ് അയക്കാനില്ലേ കുഞ്ഞ്? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കില്ലായിരുന്നു. വീട്ടിലെല്ലാവരും കാത്തിരിക്കുക. വരൂ വരൂ. വേണ്ട പണിക്കരെ, വിടൂ, ഞാൻ പിടിച്ചോളാം. വരട്ടെ മണി, പൊയ്ക്കോളൂ. ജഡ്ജി രഘുരാമൻ രാജിവെച്ചു. ജഡ്ജി രഘുരാമൻ രാജിവെച്ചു. അച്ഛൻ എന്തായി ചെയ്തത്? നീ വായിച്ചില്ലേ? അച്ഛൻ എന്തിനത് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ബാലേന്ദ്ര, ഉണ്ണിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നീ ഉദ്യോഗം രാജിവെക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നീ തയ്യാറായില്ല. ഉണ്ണി കുറ്റവാളിയാണെന്നും കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെന്നും നീ പറഞ്ഞു. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിനക്ക് വലുത് നിന്റെ വിശ്വാസങ്ങളായിരുന്നു. ഐ ആം പ്രൗഡ് ഓഫ് യുവർ പ്രൊഫഷണൽ ഓണസ്റ്റി. പക്ഷെ നിന്നെപ്പോലെ എന്റെ വിശ്വാസങ്ങൾ എനിക്കും വലുതാണല്ലോ. അതിന് നിൽക്കൂ, പറയട്ടെ. ഞാൻ നിരപരാധി എന്ന് വിശ്വസിക്കുന്ന ഉണ്ണി രക്ഷപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്കെന്നും നിന്നെക്കുറിച്ച് മതിപ്പാണ്. നിന്നെപ്പോലെ സമർത്ഥനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ണിക്കെതിരായി ഹാജരാകുമ്പോൾ അവൻ രക്ഷപ്പെടണമെങ്കിൽ നിന്നെക്കാൾ സമർത്ഥനായ ആരെങ്കിലും അവന് വേണ്ടി ഹാജരായേ പറ്റൂ. മൈ ഡിയർ സൺ, ഐ ആം പ്രൗഡ് ഓഫ് യു. നിന്നെ എതിർത്ത് തോൽപ്പിക്കാൻ നിന്നെക്കാൾ ശക്തനായി ഇന്നിവിടെ നിന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. വാട്ട് യു മീൻ? യെസ് മൈ ഡിയർ സൺ, ഐ മീൻ വാട്ട് ഐ സെഡ്. We'll meet in the court.